ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ കുറഞ്ഞ വിലയിൽ സെക്കൻഡ് ഹാൻഡ് ടി വികൾ കിട്ടുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ വീട്ടിലേക്ക് ഞങ്ങളൊരു ടി വി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ഷോപ്പാണ്. ഇവിടുന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ ടി വി എടുത്തിട്ടുള്ളത്. ആ എടുത്ത ടി വിയൊക്കെ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ ഒരു ടി വി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും സ്കൂൾ പൂട്ടായ കാരണം കുട്ടികൾക്ക് ടി വി വേണം. പിന്നെ പുതുതായിട്ട് പോകുന്ന വാടക വീട് വളരെ സൗകര്യം കുറവാണ്. ഒരു ഹാള് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ പിള്ളേരൊന്ന് പിടിച്ചിരുത്തുണ്ടെങ്കിൽ എന്തായാലും ടി വിയുടെ ആവശ്യമുണ്ട്. പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട് പണി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടി വി വാങ്ങാം. അതുവരെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ടി വി വേണം, ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അല്ലെങ്കിൽ റേറ്റ് കുറവിൻ്റെ ടി വി വേണം, ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഒരുപാട് ഷോപ്പുകൾ നോക്കി, പക്ഷേ എവിടെയും നമ്മുടെ ബഡ്ജറ്റിലുള്ള ടി വി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാൻഡ് തന്നെ നോക്കാമെന്ന് വെച്ചു. ഇപ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ട് നമ്മൾ LED ടി വി വാങ്ങി കുഞ്ഞു വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ സൗകര്യമില്ല. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാൻഡ് തന്നെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു കട തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ്. ഒരുപാട് ടി വികളുണ്ട്. സെക്കൻഡ് ഹാൻഡ് പെട്ടി ടി വിയാണ് കേട്ടോ. LED ടി വികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് LED ടി വികൾ ഇപ്പോൾ പെട്ടെന്ന് നാശമാവും, അതായത് സെക്കൻഡ് ഹാൻഡ് കിട്ടിയിട്ട് കാര്യമില്ല. LED വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയത് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും നമുക്ക് ഗ്യാരണ്ടി ഇല്ല, പെട്ടെന്ന് തന്നെ നാശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ LED ടി വികൾ അധികം ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടി ടി വി തന്നെ എടുക്കാമെന്ന് വെച്ചു. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സെക്കൻഡ് ഹാൻഡ് ആയാലും നല്ല ഗ്യാരണ്ടിയോട് കൂടി നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ടി വി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ടി വി പ്ലേ ചെയ്തിരിക്കുന്നില്ലേ, അത് നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടമായി, താല്പര്യമായി. 1-2 ടി വികൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അതിൽ താല്പര്യമായത് അതാണ്. അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിനും ഓക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടി വി എന്തായാലും വീട്ടിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നേട്ടാ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ടി വികൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയി വാങ്ങാവുന്നതാണ്. നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ള റിവ്യൂ നോക്കാം. ഇതാ വീട്ടിൽ വന്നിട്ട് കേബിൾ കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ടി വി ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത്. നമുക്ക് ഈ റിമോട്ടില്ല കേട്ടോ, കേബിളിൻ്റെ റിമോട്ടില്ല, കേരള വിഷൻ്റെ റിമോട്ടില്ല. ഇത് നമ്മുടെ ടി വിയുടെ റിമോട്ടാണ് കേട്ടോ. ടി വിയുടെ റിമോട്ട് ഇതാ ടി വി ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ടി വിയുടെ റിമോട്ടാണ്, അതുകൊണ്ടാണ് ഗ്രേപ്സ് വരുന്നത്. ഈ ടി വിയിൽ തന്നെ AV ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ ഈ ഒരു ഓപ്ഷൻ ഇതാണ് കേട്ടോ. ഈ ഒരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ അത് AV ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചാനൽ മാറ്റണമെങ്കിൽ എന്ത് വേണം, റിമോട്ട് വേണമല്ലേ. അപ്പോൾ റിമോട്ട് കടയിൽ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ, കേരള വിഷൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ടി വിയാണ്, അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും വേറെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മേശയൊന്നും വെച്ചില്ല, എന്തായാലും താഴെ വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും പോവുകയാണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് ഉണ്ണികൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻ്റ് ഇടുക. കുറച്ച് ദിവസമായില്ല നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.